കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടെടുത്താണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഉത്തരവ് നേടാനായത്. നയതന്ത്ര ചർച്ചകൾക്ക് പരിമിതി ഉണ്ടെന്നും ഒന്നും ചെയ്യാനാകില്ലെന്നുമായിരുന്നു സുപ്രീം കോടതിയിലും നേരത്തെ പാർലമെന്റിലും കേന്ദ്രം അറിയിച്ചത്. അതേസമയം കാന്തപുരം ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്നുമുണ്ടായ ഇടപെടൽ ഫലം കണ്ടപ്പോൾ അവകാശവാദവുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന ആവശ്യം നിരവധി തവണയാണ് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടത്. യമനുമായി നയതന്ത്ര ഇടപെടലിന് പരിമിതിയുണ്ടെങ്കിലും ഇറാൻ ഉൾപ്പെടെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ സഹായത്തോടെയെങ്കിലും ശ്രമം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പാർലമെന്റിൽ ഡോക്ടർ ജോബർട്ട് എംപിയുടെ ചോദ്യത്തിന് നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിലുള്ള പ്രശ്നമാണെന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് കേന്ദ്രം നൽകിയത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നിമിഷയുടെ അമ്മയും ഉൾപ്പെടെ നിരന്തരം പ്രധാനമന്ത്രിയോടും വിദേശകാര്യ മന്ത്രാലയത്തോടും അഭ്യർത്ഥന നടത്തിയെങ്കിലും ഇടപെട്ടില്ല. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലും നിമിഷയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നും പരിമിതിയുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. നയതന്ത്ര തലത്തിൽ വിദേശ രാജ്യങ്ങളുമായി ഊഷ്മള ബന്ധമാണ് നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമുള്ളതെന്ന BJPയുടെ അവകാശവാദം വെറും പൊള്ളത്തരമാണെന്ന് നിമിഷപ്രിയയുടെ കേസിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. മലയാളി കൂടിയായ നിമിഷയുടെ മോചനത്തിനായി ഒരു കേന്ദ്ര പ്രതിനിധി പോലും അയക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. നിമിഷയുടെ അമ്മ പ്രേംകുമാരിക്ക് യമനിലേക്കുള്ള അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലൂടെ വധശിക്ഷ നീട്ടിവെച്ചപ്പോൾ കേന്ദ്ര സർക്കാരും ചർച്ചകളിൽ പങ്കാളിയെന്ന അവകാശവാദവുമായി എത്തിയതും ശ്രദ്ധേയമായി. സുപ്രീം കോടതിയിൽ ഒന്നും ചെയ്യാനില്ലെന്ന് അറിയിച്ച കേന്ദ്ര സർക്കാരാണ് അനുകൂല വിധി നേടിയുടെ അവകാശവാദവുമായി എത്തിയത്. കൈരളി ന്യൂസ്, ദില്ലി.